ഓക്കെ, നമുക്ക് ഇനി പ്രോട്ടോടൈപ്പിംഗ് മോഡലിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് വിചാരിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡ് ഒന്നും തന്നെ എന്തില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതല്ല. ചേഞ്ചസ് കീപ്പ് ഓൺ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ ആ തരത്തിലുള്ള ചേഞ്ചസിനെ എങ്ങനെ നമ്മൾ കോപ്പപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ചേഞ്ചസ് എന്നുള്ളത് ഇന്നെവിക്റ്റബിൾ ആണ്. നമുക്ക് എന്തായാലും ഏതൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ തുടക്കത്തിലുള്ളതായിരിക്കില്ല പിന്നീട് ഉണ്ടാവുക. അപ്പൊ അങ്ങോട്ടേക്ക് ടെക്നോളജി ബിസിനസ് ഇംപ്രൂവ് ചെയ്യും, ബിസിനസിന്റെ ഭാഗത്തുള്ള ടെക്നോളജി ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിന്റെ അകത്ത് ഇംപ്രൂവ്മെന്റ് മേക്ക് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ അത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഈ ബിസിനസ് പീപ്പിൾ ആണ്. അപ്പൊ അവർക്കുള്ള റിക്വയർമെന്റ്സ് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ സോഫ്റ്റ്വെയറിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇംപ്രൂവ്ഡ് ഇംപ്ലിമെന്റേഷൻ മേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ പറയുന്ന ചേഞ്ചസിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ചേഞ്ച് വരുത്തേണ്ടി വരും. ഇനി ഈ ചേഞ്ച് കൊണ്ടുവരുന്നേരം നമ്മളെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊവൈഡും ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞു, ഒരു 6 മന്ത് ഓർ എബോവ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചേഞ്ച് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോ നമ്മൾ ഈ പ്രൊജക്ട് പുറത്ത് നമ്മൾ കൊടുത്തതിന് ശേഷം ഇനി ആ പ്രൊജക്ടിന്റെ അകത്ത് അത്യാവശ്യം ആരും തന്നെ വർക്ക് ചെയ്യുന്നില്ല. മെയിൻറ്റെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഒരാളുണ്ടാവും എന്നല്ലാതെ പ്രൊജക്റ്റുമായി ഡീൽ ചെയ്യുന്ന മറ്റാരും തന്നെ ഉണ്ടാവില്ല. പെട്ടെന്നാണ് ടെക്നോളജിയിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു. അപ്പൊ നമ്മൾ ബിസിനസ്, നമ്മൾ ഏത് ഓർഗനൈസേഷനാണ് പ്രൊവൈഡ് ചെയ്ത് അവരുടെ റിക്വയർമെന്റ്സ് അറിയിക്കുകയും ഈ പ്രൊജക്റ്റിനെ ഒന്നും കൂടി ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള ഒരു ഇംപ്രൂവൈസ് അല്ലെങ്കിൽ അതൊരു റീവർക്ക് ആയിട്ടാണ് വരിക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും റിക്വയർമെന്റ് അനാലിസിസ് പെർഫോം ചെയ്ത് അതിന്റെ സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് ഡെവലപ്പ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പുറത്തേക്ക് പ്രൊഡക്റ്റ് ഇറക്കണം. ഈ റീവർക്കിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. നമുക്ക് വീണ്ടും അത്ര തന്നെ പൈസ എന്ത് ചെയ്യേണ്ടി വരും, ഇറക്കേണ്ടി വരും ഈ ഒരു റീവർക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് അല്ല. അതായത് ഈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് പിന്നെ എന്താണ്, എക്കണോമിക്കൽ അല്ലാത്തൊരു കേസാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ പറയുന്ന റീവർക്കിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം? അത് 2 രീതിയിലാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ചേഞ്ച് അവോയ്ഡൻസും ഒന്ന് ചേഞ്ച് ടോളറൻസും. ഈ ചേഞ്ച് അവോയ്ഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു മട്ടിൽ മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചേഞ്ച് ടോളറേറ്റ് ചെയ്യപ്പെടുക. അപ്പൊ ടോളറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഇൻക്രിമെന്റൽ മോഡൽ അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഡെവലപ്മെന്റിലൂടെ നമുക്ക് ആ ചേഞ്ചസിനെ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ആ പ്രത്യാഘാതത്തെ നമുക്ക് കുറെ ഭാഗമൊക്കെ തടഞ്ഞ് നിർത്താൻ വേണ്ടി പറ്റും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ചേഞ്ച് അവോയ്ഡൻസും ചേഞ്ച് ടോളറൻസും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് 2 മോഡലിലൂടെയാണ്. ഒന്ന് പ്രോട്ടോടൈപ്പിംഗ് മോഡലും ഒന്ന് ഇൻക്രിമെന്റൽ ഡെലിവറി മോഡലും. ഈ മോഡൽ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അതിനകത്ത് ആദ്യം നമ്മൾ ഇപ്പൊ നോക്കുന്നത് സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്താ. സംഭവം സിമ്പിൾ ആണെടാ. അതായത് നമ്മുടെ ഡെമോ വേർഷൻസ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഡെമോ വേർഷൻസ് കാണാറില്ലേ എവിടെ, നമ്മൾ ആപ്പ് സ്റ്റോറിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ ഒരു പ്രോട്ടോടൈപ്പ് വേർഷൻ നമ്മൾ പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പൊ പ്രോട്ടോടൈപ്പ് വേർഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, അതായത് ഡെമോ വേർഷൻ, ആ സാധനം കംപ്ലീറ്റ് അല്ല, സിസ്റ്റം കംപ്ലീറ്റ് അല്ല, ഒരു ഡെമോ വേർഷൻ നമ്മൾ പുറത്തിറക്കുന്നു. യൂസേഴ്സ് എന്ത് ചെയ്യും, ഡെമോ വേർഷൻ പിന്നെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവരുടെ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് പരിപാടി. അപ്പൊ ഈ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഇനി ഒരു ഫൈനൽ സിസ്റ്റം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡെമോ വേർഷൻ നമ്മൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ വളരെ സ്പീഡപ്പ് ആയിട്ടായിരിക്കണം ഈ പ്രോസസ്സ് നടക്കുന്നത്. എന്നാൽ മാത്രമേ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആവുള്ളൂ. അതായത് ഫസ്റ്റ് ഐട്രേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഡെമോ വേർഷൻ നമ്മൾ അതിന്റെ പ്രോട്ടോടൈപ്പിന്റെ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട് ആദ്യം നമ്മൾ പ്രോട്ടോടൈപ്പിന്റെ ഒബ്ജക്റ്റീവ് കളക്ട് ചെയ്യും. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ പ്രോട്ടോടൈപ്പിന്റെ ആദ്യം തന്നെ എന്താ ചെയ്യുക, നമ്മൾ ഒബ്ജക്റ്റീവ് കളക്ട് ചെയ്യും. അതായത് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നതിനാണ് ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. കളക്ട് ചെയ്ത ഒബ്ജക്റ്റീവിനനുസരിച്ച് നമ്മൾ ആ ഒരു ഉദ്ദേശം നിർവഹിക്കാൻ നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ പ്രകാരം നമ്മൾ ആ പ്രോട്ടോടൈപ്പ് ഡെമോ വേർഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു കംപ്ലീറ്റ് വേർഷൻ അല്ല, ജസ്റ്റ് ഒരു ഡെമോ വേർഷൻ ഡെവലപ്പ് ചെയ്തു. ആ ഡെമോ വേർഷനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഇറക്കുന്നു. എക്സിക്യൂട്ടബിൾ പ്രോട്ടോടൈപ്പ് ആണ്, അത് പുറത്തിറക്കുന്നു. യൂസേഴ്സ് അത് യൂസ് ചെയ്യും, അവർ ഫീഡ്ബാക്ക് തരും. അതായത് ഇവാലുവേറ്റ് ചെയ്ത പ്രോട്ടോടൈപ്പ്, ഇതിന്റെ പ്രോട്ടോടൈപ്പ് ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു റിപ്പോർട്ട് മേക്ക് ചെയ്യും. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ഒന്നിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വേർഷൻ ഓഫ് ദ ഡെമോ വേർഷൻ ഉണ്ടാക്കാം. അതായത് ഡയറക്റ്റ് ഫൈനലിലേക്ക് പോകണ്ട, ഒരു ഡെമോ വേർഷനും കൂടി ഉണ്ടാക്കി വേണമെങ്കിൽ ഇറക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ പ്രൊഡക്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം.
ഓക്കെ. ഇതാണ് പ്രോസസ്സ് ഓവറോൾ ആയിട്ട് നടക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ സാധനം കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് നടക്കണമെങ്കിൽ പ്രോസസ്സ് റാപ്പിഡ്ലി ഫാസ്റ്റ് നടക്കണം. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ ആ പ്രോട്ടോടൈപ്പിനനുസരിച്ചിട്ട് അവർ തരുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഫൈനൽ വേർഷൻസോ അല്ലെങ്കിൽ അടുത്ത പ്രോട്ടോടൈപ്പ് വേർഷൻ്റെയോ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ. എന്നാൽ മാത്രമേ അത് കോസ്റ്റ് എഫക്റ്റീവ് ആവുള്ളൂ. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ യൂസ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആൻഡ് വാലിഡേഷൻ ഇത് സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തെ പഠിച്ചുകൊണ്ടും അതുപോലെ തന്നെ യൂസറിന്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടും ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തത് അത്യാവശ്യം നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രോബ്ലത്തിനല്ലേ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, അല്ലേ? ഒരു പ്രശ്നമായിരിക്കും നമ്മൾ അവിടെ സോൾവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷനെ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്കിത് സഹായിക്കുന്നു. കൂടാതെ ബാക്ക് ടു ബാക്ക് ടെസ്റ്റിംഗ്, അതായത് ബെറ്റർ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് യൂസറിന്റെ ഭാഗത്താണ് ഒരു നല്ലൊരു ടെസ്റ്റിംഗ് രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? യൂസർ അത് കൈ കിട്ടിക്കപ്പോൾ യൂസ് ചെയ്തുകൊണ്ടതിന്റെ ഒരു ബീറ്റ ടെസ്റ്റിംഗ്, അല്ലെ? ബീറ്റ ടെസ്റ്റിംഗ് മോഡൽ അവർ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ബാക്ക് ടു ബാക്ക് ടെസ്റ്റിംഗ് മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ 5 എണ്ണമാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ഇംപ്രൂവൈസ്ഡ് സിസ്റ്റം യൂസബിലിറ്റി ഉണ്ട്, അതായത് നല്ല ഉപയോഗപ്രദമായ ഒരു സിസ്റ്റം നമുക്ക് കിട്ടും. രണ്ടാമത്തത് ക്ലോസർ മാച്ച് ടു ദ യൂസർ റിയൽ നീഡ്, അതായത് യൂസറിന്റെ ആവശ്യത്തിന് കണക്കായിട്ടുള്ള, അതായത് ഫുൾ റിക്വയർമെന്റ്സ് ഇത് ആക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്ഡ് ഡിസൈൻ ക്വാളിറ്റി, ഇംപ്രൂവ്ഡ് മെയിൻറ്റെയിനബിലിറ്റി, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ഡിസൈനിലൂടെ ഇറക്കിയതായിരിക്കും, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. റെഡ്യൂസ്ഡ് ഡെവലപ്മെന്റ് എഫോർട്ട് വളരെ കുറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ തന്നെ റിക്വയർമെന്റ് കളക്ട് ചെയ്ത് നമ്മൾ തന്നെ അത് ഡിസൈൻ ചെയ്ത് പൂർണ്ണമായിട്ടും എഫോർട്ട് ദ ഡെവലപ്പർ അല്ലെങ്കിൽ ആ ഡെവലപ്പിംഗ് ടീം എടുക്കുന്ന സമയത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ വേൾഡിന്റെ ആയിട്ടുള്ള കോൺടാക്ട് അവിടെ കുറവാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല, റിയൽ വേൾഡിൽ യൂസ് ചെയ്യുന്ന ആൾ തന്നെയാണ് നമുക്ക് എല്ലാ റിക്വയർമെന്റ്സും പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടി എഫോർട്ട്ലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനം യൂസറിന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രോട്ടോടൈപ്പ് പ്രോസസ്സ് സാധാരണ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രോട്ടോടൈപ്പ് ലാംഗ്വേജ് ഓർ ടൂൾ വെച്ചിട്ടായിരിക്കും ചെയ്യാം. പക്ഷെ ഇത് ഒരു ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫംഗ്ഷനാലിറ്റീസും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡറേഷനിൽ എടുക്കുന്നില്ല. അതായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ the prototype should focus on area of the product that are not well understood. Prototyping version നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോട്ടോടൈപ്പിംഗ് വേർഷൻ ഡെമോ വേർഷൻ അല്ലേ, ആ ഡെമോ വേർഷൻ നമുക്ക് നന്നായിട്ട് മനസ്സിലായ ഫംഗ്ഷനാലിറ്റിയുടെ ഭാഗത്ത് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നമുക്ക് പൂർണ്ണമായി ഡെവലപ്പ്, ഇപ്പോൾ ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നും കൂടുതൽ ഫംഗ്ഷനാലിറ്റി ഉണ്ടാവുമല്ലോ. അതിൻ്റെ അകത്ത് നമുക്ക് നല്ലോണം മനസ്സിലായ ഫംഗ്ഷനാലിറ്റി നമുക്ക് ഫൈനൽ പ്രൊജക്റ്റിൽ തന്നെ ഡെവലപ്പ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് എന്താണ് എന്ന് മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പ്രോട്ടോടൈപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെ? ആ ഒരു ഭാഗം മാത്രമേ പ്രോട്ടോടൈപ്പിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടൂ. അതാവുമ്പം നമുക്ക് മനസ്സിലായിട്ടില്ല പൂർണ്ണമായിട്ട്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത സാധനം യൂസർക്ക് കൊടുക്കുമ്പോൾ യൂസർ അതിന്റെ ഫീഡ്ബാക്കിൽ പറയും അവർക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് പറ്റുന്നില്ല എന്നുള്ളത് നമ്മളോട് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും. കാരണം നമുക്ക് ആദ്യം ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ ആ ഭാഗത്തെ പറ്റിയിട്ട്. അപ്പൊ അത്തരത്തിലാണ് പ്രോട്ടോടൈപ്പിന് യൂസേജ് വരിക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോട്ടോടൈപ്പിൽ എല്ലാ ഫംഗ്ഷനാലിറ്റിയും നമ്മൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എറർ ചെക്കിംഗ് ആൻഡ് റിക്കവറി, ആ പ്രോട്ടോടൈപ്പ് ഡെമോ മോഡലിൽ നമ്മൾ ഒരിക്കലും എറർ ചെക്കിംഗ് റിക്കവറി ആ പരിപാടി ഒന്നും ചെയ്യില്ല. പിന്നെ പ്രോട്ടോടൈപ്പിംഗ് മോഡലിൽ നമ്മൾ ഫംഗ്ഷൻസ് ആയി സിസ്റ്റം ചെയ്യേണ്ട ഫംഗ്ഷൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാണ്ട് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതായത് നമ്മളെ റിക്വയർമെന്റ്സിനെ നമുക്ക് രണ്ടാക്കി മാറ്റാൻ പറ്റും, ഫംഗ്ഷണൽ റിക്വയർമെന്റും നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റും. ഫംഗ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, അതായത് ആ സിസ്റ്റം എന്തിനാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാനല്ലേ, അപ്പൊ അതാണ് അതിന്റെ ഫംഗ്ഷണൽ റിക്വയർമെന്റ്. എന്നാൽ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സിൽ ഏതൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് റിക്വയർമെന്റ് ആയ സെക്യൂരിറ്റി, റിലയബിലിറ്റി, റോബസ്റ്റ്നെസ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി, അങ്ങനെയുള്ള ഒരു ബേസിക് കുറച്ച് റിക്വയർമെന്റ്, മെയിൻറ്റെയിനബിലിറ്റി, അങ്ങനെയുള്ള റിക്വയർമെന്റ്സ് ആവശ്യം വരും. അതാണ് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്. അപ്പൊ നമ്മൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്ത് പുറത്തു കൊടുക്കുമ്പോൾ ഈ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സിനെ പറ്റി നമ്മൾ കൺസേണേ അല്ല, നമ്മൾ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ, ഫംഗ്ഷണൽ റിക്വയർമെന്റ്സിൽ മാത്രം നോക്കിക്കൊണ്ടാണ് ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ത്രോ അവേ പ്രോട്ടോടൈപ്പ് സാധാരണയായിട്ട് നമ്മളിപ്പം ഫൈനൽ പ്രൊജക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രോട്ടോടൈപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്ത് കളയലാണ്. കാരണം അത് നമ്മൾ പിന്നെ കീപ്പ് ചെയ്യാറില്ല. അതൊരു കാരണം എന്താ വെച്ചാൽ പ്രോട്ടോടൈപ്പ് ഒരു പ്രൊഡക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ അത് നമ്മൾ കീപ്പപ്പ് ചെയ്യില്ല. ഒരു കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ് ഒന്നും തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോക്കിയിട്ടില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിന് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ മേക്ക് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസോ അല്ലെങ്കിൽ പിന്നീട് പ്രോട്ടോടൈപ്പ് ഒരാൾക്ക് കൊടുത്തിട്ടോ കാര്യമില്ല. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ അത് ഒരു ഡീഗ്രേഡഡ് വേർഷൻ ആയിരിക്കും, കാരണം പ്രോട്ടോടൈപ്പിന്റെ അകത്തുള്ള പ്രോബ്ലംസ് മുഴുവൻ ഓവർകം ചെയ്തിട്ടായിരിക്കും ഫൈനൽ വേർഷൻ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ
ആ ഒരു എന്താ പറയാ ഈ കുറേ എറേഴ്സും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഡീഗ്രേഡഡ് വേർഷൻ ആയിട്ടായിരിക്കും ഇപ്പൊ പ്രോട്ടോടൈപ്പ് കിടക്കുന്നുണ്ടാവുക. അപ്പൊ പിന്നെ അത് കീപ്പ് അപ്പ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നാലാമതായിട്ട് വിൽ നോട്ട് മീറ്റ് ദ നോർമൽ ഓർഗനൈസേഷൻ ക്വാളിറ്റി. അതായത് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അത് അവർ അതിൻ്റെതായ ഒരു ക്വാളിറ്റി കീപ്പ് അപ്പ് ചെയ്യും. അവർ വാങ്ങുന്ന സർവീസിനോ പ്രൊഡക്റ്റിനോ അവർ ക്വാളിറ്റി കീപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം ഈ പ്രോട്ടോടൈപ്പ് മോഡൽ മീറ്റ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാരണവശാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൺസ് ദ കംപ്ലീറ്റ് പിന്നെ പ്രൊജക്ട് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഈ ഫൈനൽ വേർഷൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടോടൈപ്പ് വേർഷൻ ത്രോ അവേ ചെയ്യുന്നത്. താങ്ക് യു. അപ്പോൾ ഇതാണ് പ്രോട്ടോടൈപ്പിനെ പറ്റിയിട്ടുള്ള കാര്യം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കേട്ട് നോക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.